അസ്സലാമു അലൈക്കും. ഇതൊക്കെയാണ് എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, നമുക്കും സുഖം തന്നെ, അങ്ങനെ പോണു. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ഈ വിഷയം ഇന്നലെ പറഞ്ഞ അതേ വിഷയത്തെ പറ്റി തന്നെയാണ്. കാരണം രേണുവിനെ കുറിച്ച് തന്നെയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രേണു വിളിക്കുകയാണ് ഇരുന്നിട്ട്. രേണുവിൻ്റെ സമയം ശരിയല്ല എന്നുള്ളത് രേണുവിന് നല്ല ബോധ്യമുണ്ടായിട്ടും ഇപ്പോഴത്തെ സമയത്ത് ആ വെല്ലുവിളി ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ, രേണു സുഖമല്ല. അപ്പോൾ രേണു ആദ്യം അസുഖങ്ങളൊക്കെ മാറി അത് കഴിഞ്ഞിട്ട് ഇനി അസുഖത്തെ പറ്റി ഒന്നുമില്ല എന്നറിഞ്ഞതിന് ശേഷമാണ് രേണുവിന് വരാന്നുള്ളത്. കാരണം എന്തിപ്പോൾ അതങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ലാസ്റ്റ് എത്ര നമുക്ക് മാനസികമായി ടെൻഷനില്ല, പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞാലും അത് ടെൻഷനുകളുണ്ടാവും. കാരണം നമ്മൾ പുറത്തേക്ക് ചിരിച്ച് കളിച്ച് പറയുന്നുണ്ടെങ്കിലും ബാഡ് കമൻറ്റ് വരുമ്പോൾ എനിക്കൊരു പ്രശ്നം ഇല്ല എന്ന് പറഞ്ഞാലും മനസ്സാക്ഷി അത് സമ്മതിക്കണം എന്നില്ല. കാരണം ബാഡ് വരുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവും, സ്വാഭാവികമാണ്. അപ്പോൾ നമ്മളെ ഭാഗത്തിൽ നിന്ന് ഒരു വാക്ക് പോലും തെറ്റായിട്ട് വരാതിരിക്കാൻ രേണു ശ്രമിക്കേണ്ടതാണ്. ഇനിയെങ്കിലും നിൻ്റെ അസുഖങ്ങളൊക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷം നീ പുറത്ത് വന്ന് വെല്ലുവിളിക്കേ, നിൻ്റെ പ്രതികാരം ചെയ്യുക, എന്തെങ്കിലും വേണമെങ്കിൽ അത് ചെയ്യുക. പിന്നെ ഞാൻ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ചെയ്ത വീഡിയോസിൽ ഞാൻ പറഞ്ഞു കിച്ചൂസിനെ വെറുതെ വിടണം. കാരണം എന്താ വെച്ചെങ്കിൽ, അവൻ ഇനി വെറുതെ വിട്ടേക്കുക. അവന് നിന്നോട് മിണ്ടിയിലോ ഫോണ് നീ ലോക്ക് ചെയ്ത് വെച്ചോ ആ ഭാഗത്തേക്കുള്ള ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ അതിനെപ്പറ്റി സംസാരിക്കാനേ പോകണ്ട. അവനിപ്പോൾ എത്ര നമ്മൾക്ക് ഒരു ശത്രുവാണ്, ആ ശത്രുവിൻ്റെ അടുത്ത് പോയിട്ടാണ് അവൻ സംസാരിക്കണമെന്ന് വെച്ചാൽ അവന് തോന്നണ്ടേ. അതെനിക്ക് ശത്രുവാണെന്നുള്ളത് അവന് തോന്നിയാലല്ലേ അവൻ ചെയ്യുള്ളൂ. അവന് തോന്നാത്തോടത്തോളം കാലം അവൻ്റെ ഇഷ്ടത്തിന്, അവനിപ്പം 18 വയസ്സ് കഴിഞ്ഞ് പ്രായപൂർത്തിയായ ഒരാളായി. അവൻ്റെ ഇഷ്ടത്തിന് പ്രവർത്തിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഇന്ന് അവനില്ലേ. പിന്നെ അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ആ തെറ്റ് അവനെ വളർത്തിയവർക്കാണ് വന്ന് ചേരുക. അല്ലാതെ അവനാ തെറ്റ് ചെയ്തതായിട്ട് മറ്റുള്ളവർ പറയില്ല. കാരണം വളർത്തു ദോഷം എന്നാണ് നമ്മൾ പറയുക. ഇപ്പോൾ ഒരു മകനായിക്കോട്ടെ മകളായിക്കോട്ടെ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വളർത്തു ദോഷം എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള വളർച്ച. പിന്നെ ഞാൻ പറയുന്നത് പറഞ്ഞാൽ അതൊക്കെ പറയുന്നതിനേക്കാൾ നല്ലത് ഈ വിവാദങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കുന്നതാണ്. പിന്നെ പല വീഡിയോസും ഞാൻ കാണുന്നുണ്ട്. കാരണം വിളിച്ച് പൈസക്ക് വേണ്ടി ഒരു ഇൻ്റർവ്യൂ കൊടുത്തതാണ് എന്ന് വേറെ എന്തൊക്കെയോ പറയായിരുന്നു. ഈ ഒരു ടോപ്പിക്ക് അങ്ങോട്ട് വിട്ടുകൊണ്ട് വേറെ തന്നെ പറയാൻ ഇഷ്ടംപോലെ കാരണങ്ങളുണ്ടല്ലോ, അത് പറയാമായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇപ്പോഴത്തെ സാഹചര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട സാഹചര്യം തന്നെയാണ്. കാരണം എന്താ വെച്ചെങ്കിൽ, മാനസികമായി എത്ര തന്നെ തളർന്നിട്ടില്ല എന്ന് പറഞ്ഞാലും അത് മനസ്സിൻ്റെ ഉള്ളിൽ തളർച്ച തന്നെയായിരിക്കും. കാരണം നമുക്ക് മനസ്സിൻ്റെ ഉള്ളിൽ അത് ബാധിച്ചോ ഇല്ല എന്ന സംസാര രീതി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത്രക്ക് ദേഷ്യത്തോടെ ഇരുന്ന് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ആ മനസ്സിനെ ബാധിച്ചിട്ടാണല്ലോ. ദേഷ്യം രണ്ടാം പ്രാവശ്യം ഫസ്റ്റ് വീഡിയോസ് ചിരിച്ചുകൊണ്ട് ചെയ്തെങ്കിലും കൂടിയിട്ട് ആ ചിരിയിലും ഒരു ഫുള്ളായിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള ചിരിയല്ല അത് നമുക്ക് ഓരോ മനുഷ്യന്മാരും നമുക്ക് കാണും, പറയാം ഹാപ്പി ആയിട്ടുള്ള ചിരി ഏതാണ്, അല്ലാത്ത ചിരി ഏതാണ്, ദേഷ്യത്തിലുള്ള സംസാരം ഏതാണ്, ദേഷ്യമില്ലാതെ സംസാരിക്കുന്ന ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ അതിനെപ്പറ്റി ഇത്രയും രോഷത്തോടെ വന്ന് സംസാരിക്കുമ്പോൾ ഇതൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ ബാധിച്ചത് കൊണ്ട് തന്നെയല്ലേ ആ രോഷം വരുന്നത്. അപ്പോൾ ആ ടോപ്പിക്ക് അങ്ങോട്ട് ഒഴിവാക്കി വിട്ടതാണെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഒഴിവാക്കി വിടാമായിരുന്നില്ലേ. അവനിനിപ്പോൾ ആരെന്ത് പറഞ്ഞാലും അവനൊരു ആൺകുട്ടിയാണ്. രേണു അവനെ അങ്ങോട്ട് വിട്ടേക്ക്. നീ നിൻ്റെ ജീവിത കാര്യങ്ങൾ നോക്ക്, അവൻ്റെ കാര്യങ്ങൾ അങ്ങോട്ട് വിട്ടേക്കൂ. നീ അതിനെപ്പറ്റി പറയും തോറും നിനക്ക് എതിരാകുകയാണ് ആളുകൾ, ജനങ്ങൾ മൊത്തം നിനക്ക് എതിരാകുകയാണ്. അച്ഛനും അമ്മയും ഇല്ലാത്തൊരു കുട്ടിയാണ്. ആ കുട്ടിക്ക് സപ്പോർട്ട് കൂടുകയും ചെയ്യും, നിനക്ക് ജനങ്ങൾ എതിരാകുകയും ചെയ്യും. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നീ അതിന്ന് പിന്മാറ്. കിച്ചുവിൻ്റെ കാര്യം നീ ഇനിമേൽ പറയാതിരിക്ക്. അതായിരിക്കും നിനക്ക് നല്ലത്. കേൾക്കുന്നവർക്ക് എന്താണെങ്കിലും അത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അതുകൊണ്ട് നീ ആ കാര്യം അങ്ങ് വിട്ടേക്ക്. നിൻ്റെ കാര്യങ്ങൾ തന്നെ നിനക്ക് ഇഷ്ടം പോലെ പറയാനുണ്ടല്ലോ. കിച്ചുവിൻ്റെ കാര്യം അങ്ങ് വിട്ടേക്ക്. ശരി, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ശരി, അടുത്ത വീഡിയോസിൽ കാണാം. അസ്സലാമു അലൈക്കും.